കുറച്ച് ദിക്ർ ഇങ്ങോട്ട് വാരിക്കൊടുക്കും. ശൈഖ് കൊടുക്കുന്ന ഈ ദിക്ർ മാത്രം മുറുകെ പിടിച്ചാൽ മതി, ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, നിസ്കാരം വേണ്ട എന്ന് പറയുന്ന വ്യാജ ശൈഖന്മാർ ഇന്ന് ധാരാളമുണ്ട്, സമൂഹത്തിൽ ധാരാളം. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന നമ്മുടെ സഹോദരിമാരാണ്. അന്ധവിശ്വാസങ്ങളിൽ പരിപൂർണമായി മുഴുകെ പോകുന്നത് സ്ത്രീകളാണ്. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ കാക്കുമാറാവട്ടെ. വെറുതെ പറയല്ല, ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിൽ പരിപൂർണമായി മുറുകെ പോയത് ഒരു പെണ്ണാണ്, ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹാ. ആദ്യമായി ഇബ്ലീസ് വന്നുകൊണ്ട് ദുർബോധനം നടത്തി, ആ കാണുന്ന മരത്തിലേക്ക് അടുക്കരുത് എന്ന് അല്ലാഹു പറയാൻ കാരണം, അത് കഴിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വർഗലോകത്ത് ശാശ്വതത്വം കിട്ടും, ഇവിടെ രാജാവ് രാജ്ഞിയെപ്പോലെ സുഖമായി കഴിയാം നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും എന്ന് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ വലിയതാകുന്ന ചലനമുണ്ടായി ഹവ്വാ ഉമ്മയ്ക്ക് റളിയല്ലാഹു അൻഹാ. അവർ ഭർത്താവിനോട് നിർബന്ധം ചെലുത്തി, ആദം അലൈഹിസ്സലാം അത് കാരണമായിട്ട് പഴം കഴിക്കാൻ തുനിഞ്ഞു. ഇതാണ് ചരിത്രം. ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് പിശാചാണ്. ഈ അന്ധവിശ്വാസം ആദ്യമായി ഏറ്റെടുത്തത് സ്ത്രീകളാണ്. ഈ അന്ധവിശ്വാസം ഏറ്റെടുത്തതിലൂടെ ഉണ്ടായിത്തീരുന്നത് നിന്ദ്യവും നിസ്സാരവുമായ ജീവിതമാണ്. ദുനിയാവിലേക്ക് ഇറങ്ങി, സ്വർഗ്ഗത്തിൽ കഴിഞ്ഞിരുന്നാണ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വിശാലമാണ് ചരിത്രം, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒന്നുകൂടി പറയാം, 3 കാര്യങ്ങളാണത്. ഒന്ന്, ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇന്നീലക്കും നാസിഹുൻ അമീൻ. ഖുർആൻ പറയുന്നുണ്ട്, ഇബ്ലീസ് വന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഉപദേശകനാണെന്ന് പറഞ്ഞ് പല വാക്കുകളും പറഞ്ഞ് പ്രചോദനം കൊടുത്ത് അന്ധവിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവന്നു, അന്ധകാരത്തിലേക്ക് എത്തിച്ചു. ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ വാക്ക് കേട്ടുകൊണ്ട് ആദ്യമായി ഹൃദയം ചലിച്ചത് ഒരു പെണ്ണിനാണ്, ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. ഈ അന്ധവിശ്വാസത്തിലേക്ക് കുഴലൂത്ത് നടത്തിയപ്പോൾ അത് പെട്ടുപോയെന്ന് മാത്രമല്ല, അതിലൂടെ കുടുംബത്തിനുണ്ടായിരുത്തിരുന്നത് ഏറ്റവും വലിയ മാനഹാനിയാണ്. അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടു, സ്വർഗത്തിന്റെ ഇലകൾ പറിച്ചിട്ട് സൂറത്തുൽ അറാഫിൽ കാണാം, സ്വർഗത്തിൻ്റെതാകുന്ന ഇലകൾ പറിച്ചെടുത്ത് രണ്ടുപേരും വേഗം തന്നെ നാണം മറയ്ക്കാൻ വേണ്ടി തുനിഞ്ഞു. എന്തു പരിശുദ്ധമായ ഖുർആൻ! ഈ പഴം കഴിക്കാൻ അങ്ങോട്ട് തുനിഞ്ഞപ്പോ തന്നെ എന്തായി? അവരുടേതാകുന്ന നഗ്നത വെളിവായെന്നാണ്. വസ്ത്രം ഉരിയപ്പെട്ടു. വസ്ത്രം സ്വർഗത്തിൽ മസ്റ്റാണ്. സ്വർഗത്തിൽ വസ്ത്രം ഇല്ലാത്തവൻ എന്ത് വേണം? പുറത്തു പോകണം. സ്വർഗത്തിന്റെ നിയമമാണ് ഇത്. ആർക്കറിയാം? ഇബ്ലീസിനറിയാം. അതുകൊണ്ട് തന്നെ വസ്ത്രം ഉരിയപ്പെടാനുള്ള പണി അവനെടുത്തു. അള്ളാഹു വിലക്കിയതാകുന്ന കായികനികളെ കഴിപ്പിക്കാൻ. ഇതൊരു പരീക്ഷണമാണ്. കാരണം അത്രയേറെ വിശാലമായ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ കായികനി മാത്രമാണ് അള്ളാഹു വിലക്കിയത്. ആ വിലക്കപ്പെട്ടതിലേക്ക് ഇബ്ലീസ് എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതിലൂടെ ഉണ്ടായിത്തീരുന്നത് ഏറ്റവും അവസാനമായി എങ്ങോട്ടേക്കാണ്? അതിന്റെ പര്യവസാനം ഏറ്റവും ആഖിബത്ത് മോശമായിരുന്നു. പറഞ്ഞാൽ അതിന്റെ പര്യവസാനം അവർക്ക് നിന്ദ്യതയും നിസ്സാരതയുമായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോയാൽ നിന്ദ്യതയും നിസ്സാരതയും ഉറപ്പാണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു. ചെറിയ കുട്ടിയെ, 4 വയസ്സോ 2 വയസ്സോ കൊണ്ട് കുട്ടിയുണ്ട്. ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് ആനയുടെ അടിയിൽ കൂടെ നടത്തിക്കാൻ, പേടി മാറാൻ. കണ്ടായിരുന്നു നിങ്ങളല്ലേ? അവസാനം ഇവന്റെ കയ്യിൽ നിന്ന് ഈ പാപ്പാന്റെ കയ്യിൽ നിന്ന് ആന അടിച്ചിട്ടായിരിക്കുന്നത്, ഇവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് നിലത്തോട്ട് പോയി. ഒരു ചവിട്ടം കാണും. ആന അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ? പപ്പടായി പോവില്ലേ? ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് ഈ കൊടുത്തു വിട്ടതാകുന്ന മാതാപിതാക്കൾ എത്ര വിഡ്ഢികളാണ്, അന്ധവിശ്വാസങ്ങളാണ്. ഇന്നും മനുഷ്യന് 2024 28 വന്നാലും 30 വന്നാലും മനുഷ്യൻ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ഒരു തരി പുറത്തു പോകില്ല. അന്നും ഇന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കുട്ടിയുടെ പേടി മാറാൻ വേണ്ടി ചെറിയ കുഞ്ഞിനെ തന്റെ നല്ല അറയി കൊടുത്തു വിട്ടിരിക്കുക പാപ്പാന്റെ കയ്യിൽ. അവനോ നല്ല 4 കുറ്റി അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഫുൾ ബോട്ടിൽ അടിച്ചിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ആടി ആനയുടെ അടിയിൽ കൂടെ കയറി പോവുക. അവസാനം ആനയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞങ്ങ് നിലത്തോട്ട് വീഴും. ആ സമയത്തെങ്ങാണ് ആന ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയില്ലെങ്കിലോ, ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് തുമ്പിക്ക് വേണ്ടെന്ന് ചുറ്റി വല്ല കഴിക്കാനുള്ള വാഴപ്പഴമെന്ന് കരുതി ചുരുത്തി എടുത്താൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ കൗമ പോകുന്നത്? ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്താൻ സമൂഹത്തിൽ ഇന്നുണ്ട്. കുറെ ആളുകളുണ്ട്. അല്ലാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ നസീബാക്കണേ അല്ലാ. ഇഗാസി എന്ന് പറയുന്നതാകുന്ന ഒരു വ്യക്തി, ഒരു ചരിത്രം കേട്ടോളി, ചുരുക്കി പറയാം. ഇഗാസ്, ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളി. എല്ലാവരും ഒരു സദക്ക. അല്ലാഹു നമ്മുടെ സദക്കയെ സ്വീകരിക്കട്ടെ.
എല്ലാവരും നല്ല കാര്യമായിട്ട് കൊടുക്കും. എല്ലാവരും ഇരിക്കൂലേ? ഒരു അരമണിക്കൂറോടെ ഇരിക്കൂലേ? വേഗം അതാ പറഞ്ഞു പോകുന്നത്. നമുക്ക് കഥ പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒരു സദഖ. സുർലരീഹൽ മുസ്തഫ വാസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാലി സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ കബൂലാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ മജ്‌ലിസിൽ വന്ന് ചേർന്നിട്ടുള്ളത്, സർവ്വ ലക്ഷ്യങ്ങൾ നീ നിറവേറ്റി തരണേ റബ്ബേ. മാരകമാകുന്ന രോഗങ്ങളുണ്ട് അല്ലാ, പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. എല്ലാ വ്യാജ തുരീഖത്തുകളിൽ നിന്ന് പരിപൂർണമായി മാറി ചിന്തിച്ച് ഇസ്ലാമിന്റെ പരിപൂർണമായ ശിആറുകളെ മുറുകെ പിടിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാ. ഞങ്ങളെ തുരീഖിലെ തൊട്ട് പരിപൂർണമായി നിലനിർത്തണേ അല്ലാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവർത്തകരായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇഗാസ എന്ന് പറയുന്നതാകുന്ന ഒരു മനുഷ്യൻ മക്കയിൽ വസിക്കുന്ന സമയം പരിശുദ്ധമായ കഅബയോട് വല്ലാത്ത ദേഷ്യമുള്ളവൻ. അവൻ പറയാൻ തുടങ്ങി, കഅബ എന്ന് പറയുന്നത് കല്ലുകൊണ്ട് പടുക്കപ്പെട്ടതല്ലേ, ഈ കഅബയിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഈ കല്ല് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യൂല, ഒരു ഉപകാരം ചെയ്യൂല. ഈ കല്ലിലേക്ക് തിരിഞ്ഞാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? ശക്തമായ എതിർപ്പായി. കഅബയെ നിസാരപ്പെടുത്താൻ വേണ്ടി അവൻ ആളുകളോട് പറഞ്ഞു, ഞാൻ ഇതിനുള്ളിൽ ഒരു പെണ്ണുമായി കയറി വ്യഭിചരിക്കും. അതിന് നാട്ടിലെ വേശ്യാവൃത്തി നടത്തിക്കൊണ്ടിരുന്ന നായില എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്നു. അവളുടെ കയ്യിൽ പിടിച്ച് പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തേക്ക് കാലെടുത്തു വെച്ചതേയുള്ളൂ. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി രണ്ടുപേരെയും ശിലകളാക്കി അള്ളാഹു മാറ്റി, പാറക്കല്ലുകളാക്കി മാറ്റിക്കളഞ്ഞു, രൂപം മാറ്റിക്കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയൊരു മുസീബത്ത് അല്ലാഹു കൊടുത്തു. യഥാർത്ഥത്തിൽ ഇവരെ കയറിയത് പരിശുദ്ധമായ കഅബയ്ക്കുള്ളിൽ വ്യഭിചരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമുണ്ടായില്ല എന്ന് പറയാനാണ്. അങ്ങനെ ഉണ്ടായാൽ കഅബയെ വിലവെക്കില്ല എന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ കഅബയ്ക്കുള്ളിൽ വ്യഭിചരിക്കാൻ വേണ്ടി കയറിയതാകുന്ന ഇവര് രണ്ടുപേരെയും അല്ലാഹു നായില എന്ന് പറയുന്ന വേശ്യാപ്പെണ്ണിനെയും ഇഗാസിനെയും ശിലകളാക്കി മാറ്റി, വലിയ ശിക്ഷ ഇറക്കി. ഇവര് രണ്ടുപേരുടെയും ശരീരം കല്ലുകളാക്കി മാറ്റി. ആ കല്ലുകൾ ശിലകളായിട്ടുള്ള ആ കല്ലുകളെ കൊണ്ടുവന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ആളുകൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എന്തിന്? കഅബ വന്നുകൊണ്ട് തവാഫ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ, അല്ലാഹുവിനെ എതിരിൽ നിന്നാൽ ഇതാണ് ശിക്ഷ. പരിശുദ്ധമായ കഅബയുടെ പവിത്രതയെ, മഹത്വത്തെ നിസാരവൽക്കരിക്കുന്ന, നിന്ദിക്കുന്ന ഏതൊരു മനുഷ്യനും, ഏതൊരു സഹോദരനും, ഏതൊരു സഹോദരിക്കും ഹീനമായ ശിക്ഷ അല്ലാഹു നൽകും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ശിലകളായിട്ടുള്ളവരുടെ കല്ലുകളെ ആക്കിയിട്ടുള്ള ആ ഭാഗത്തെ കൊണ്ടുവന്ന് വെച്ചു, പ്രതിമകൾ കൊണ്ടുവന്ന് വെക്കാണ്. വർഷങ്ങൾ കഴിഞ്ഞു. തവാഫ് ചെയ്യുന്ന ആളുകൾ പിന്നെ വന്നിട്ട് ഇതിന്റെ നേരെ വന്ന് ഇതിനെ തൊട്ടുമുത്താൻ തുടങ്ങി. പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്ന ആളുകൾ ഈ പ്രതിമകളെ വന്നുകൊണ്ട് തൊട്ടുമുത്താൻ തുടങ്ങി. ഏതായ പ്രതിമ? ഈ പ്രതിമ എന്തിനാ ഇവിടെ സ്ഥാപിച്ചത്? എന്തിനു മനസ്സിലാക്കി കൊടുക്കാനാണ്? പരിശുദ്ധമായ കഅബയെ നിസാരവൽക്കരിക്കാൻ വേണ്ടി കഅബയ്ക്കുള്ളിലേക്ക് വ്യഭിചരിക്കാൻ വന്ന ഇഗാസ്, നായില എന്ന് പറയുന്ന രണ്ടുപേരാണ്. അവരുടേതാകുന്ന ശരീരത്തെ അല്ലാഹു കല്ലുകളാക്കി മാറ്റിയത് കഅബയുടെ പരിസരത്ത് സ്ഥാപിച്ചിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ. പക്ഷെ പിൽക്കാലത്തേക്ക് കുറച്ചു നാളും കൂടി കഴിഞ്ഞപ്പോ ആളുകൾ അതൊക്കെ വിസ്മരിച്ചു. ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് വന്നു. ആളുകൾ തവാഫ് ചെയ്യുന്ന വേളയിൽ അതിന് വന്ന് തൊട്ടുമുത്താൻ തുടങ്ങി. ചിലർ വന്ന് വണങ്ങാൻ തുടങ്ങി.
ഇത് പ്രശ്നമാണെന്ന് കണ്ടപ്പോ അധികാരികൾ അവിടുന്ന് അതിനെ നീക്കം ചെയ്തിട്ട് പരിശുദ്ധമായ സഫാ മലയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. സഫാ മർവ ഇരു മലകൾക്കിടയിൽ സഅയ് ചെയ്തിട്ടുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകും. അന്ന് സഫ വളരെ വലുതാണ്, ഇന്ന് കാണുന്നതുപോലെ ചെറിയ മലയല്ല. ആ വിശാലമാക്കപ്പെട്ട മലയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു. വേലി കമ്പുകൾ കൊണ്ടുവന്ന് കെട്ടി വേലി കെട്ടി മറച്ചു വെച്ചു, അതിനുള്ളിലാക്കി. കാലം കഴിഞ്ഞില്ല, സഫാ മറുപടിക്കൽ സഅയ് ചെയ്യാൻ വരുന്നവർ സഫയുടെ മലയുടെ അടുത്തുനിന്ന് പോകുന്നില്ല. സഫ ഇജാബത്തുള്ള സ്ഥലം അതല്ല, മറിച്ച് ഈ ഇഗാസിനായിര എന്ന് പറയുന്ന പ്രതിമയുടെ സ്ഥാനത്ത് അടുത്തുപോയി എന്ന് വേലിയുടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ തുടങ്ങി. അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ തുടങ്ങി, അങ്ങോട്ട് നിന്ന് തൊട്ടുകൊടുക്കാൻ തുടങ്ങി. വലിയതാകുന്ന വിഷയമായി. ഇത് മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അധികാരികൾ അതിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് സൗദിയിലേതാകുന്ന വിവിധ പർവ്വതങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിതറി എന്നാണ് ചരിത്രം. കാരണം ആളുകളുടെ ഹൃദയത്തിൽ എത്ര കാലം കഴിഞ്ഞാലും അന്ധവിശ്വാസം ഇങ്ങനെ മുട്ടിട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ഈ വാദമൊക്കെ കേട്ടിട്ട് പോയി, രാവിലെ നേരം വെളുത്തു, 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ പറയാൻ അവിടെ ആളുകൾ വന്നിട്ടുണ്ട്, നല്ല ഇതാണ്, നല്ല കഴിവാന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അന്നൊന്ന് പോയി നോക്കാല്ലേ. ഭർത്താവിന്റെ അപ്പോഴേ മനസ്സിലാക്കി ഇത്രേ ആയത്തോദീസ് ഓതി പറഞ്ഞ ഇവിടുന്ന് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വിട്ടതാ. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇളക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കൂല മൂപ്പരെടുക്കൽ. എന്തോ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അങ്ങേരടുത്ത് ആളുകൾ ഇത്രയും പോകുന്നത്. എന്തോ ഒന്നുണ്ട്. ഈ പറച്ചിലാണ് നിങ്ങളെ കുഴപ്പിക്കുന്നത്. അല്ലാഹു മലക്കാക്കുമാറവ പറയാറുണ്ടോ? ചില ആളുകൾ ഒന്നും ചെയ്യൂല, ശക്തമായ ദീനിൽ അടിയുറച്ചു നിൽക്കും. പക്ഷെ ഒരു വലിയ സാമ്പത്തിക നഷ്ടം വന്നു, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയൊരു വിപത്ത് വന്നു. മകൾക്ക് വന്നു, ഭർത്താവിന് വന്നു, നാട്ടുകാർക്ക് വന്നു, കുടുംബക്കാർക്ക് വന്നു, ഇങ്ങനെ പലതും വന്നു കഴിയുമ്പോൾ അപ്പൊ ഇവർക്കൊരു ടെൻഷൻ. അപ്പൊ ഒരാൾ പറഞ്ഞേ ഇതൊക്കെ മാറ്റാൻ പറ്റിയ ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അതിനടുത്തോട്ട് പോയാൽ മതി, ജില്ല ഒന്ന് വിട്ടു പോകണമെന്നേ ഉള്ളൂ. കോഴിക്കോട് വരെ ഒന്ന് പോകണം, അല്ലെങ്കിൽ പാലക്കാട് വരെ ഒന്ന് പോകണം. ഉദാഹരണം പറയാനായിട്ടോ. അപ്പുറത്ത് ഒരാൾ നല്ല സൂഫി വരികയാണ്, ആണോ ഒന്നും പോയേക്കാം. അതുവരെ പുള്ളി പിടിച്ചെന്നാണ്. സുന്നത്തമായത്തിന്റെ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി മുറുകെ പിടിച്ച് ദീനനുസരിച്ച് ജീവിച്ചെന്നതാണ്. ഈ പോകുമ്പോഴോ കള്ള ത്വരീക്കത്തും വ്യാജ ത്വരീക്കത്തുമായി നിലകൊള്ളുന്നവർ, യഥാർത്ഥ ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാലിഹീങ്ങളുണ്ട്, മഹത്തുക്കളുണ്ട്. അല്ലാഹുർക്ക് ദീർഘായുസ്സോടെ അനുഗ്രഹിക്കട്ടെ. സാദാത്യങ്ങൾ നമുക്ക് നേതൃത്വം നൽകുന്നവരുണ്ട്. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അവർ ദുആ ചെയ്താൽ ഇജാബത്ത് ഉണ്ടാകും, ഉറപ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ സാദാത്യങ്ങൾ, വലിയ വലിയതാകുന്ന ദീനീയ ആത്മീയമായ ചൈതന്യത്തിൽ നിലകൊള്ളുന്ന സാലിഹീകളാകുന്ന ആളുകൾ, അവരുടെ അടുക്കൽ പോയി വിഷയങ്ങൾ പറഞ്ഞാൽ വിഷയങ്ങൾ ദൂരീകരിക്കപ്പെടും. അവർ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിനെ കൊണ്ടൊരു സത്യം ചെയ്തൊരു വിഷയം പറഞ്ഞാൽ അത് പരിപൂർണമായി പൂർത്തീകരിക്കപ്പെടും. അങ്ങനത്തെ സാലിഹീങ്ങളുണ്ട്, തീർച്ചയാണ്. അത് എക്കാലഘട്ടത്തിലും ഉണ്ടാകും. അതൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ നമുക്കൊക്കെ ഉണ്ട്. ഇത് നിസ്കാരമില്ല, നോമ്പുമില്ല, ഖുർആനോത്തുമില്ല, ദിക്റുമില്ല, ഔറാദുമില്ല, കേവലം ദുനിയാവിന്റെ ശീതള ഛായയിൽ വിരാജിക്കുന്നതാകുന്ന ആളുകളുടെ അടുക്കൽ പോയി ആത്മീയ ചൂഷണം നടത്തുന്നതാകുന്ന അത്തരക്കാരുടെ കാൽക്കീഴിൽ സമ്പത്ത് കൊണ്ടുപോയി വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഉമ്മത്താണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. وطريقة أخذ بأحوة كالورع وعزيمة كرياضة متبتلا. എന്താണ് ശരീഅത്ത്, എന്താണ് ത്വരീഖത്ത്? ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ് ശരീഅത്തിന്റെ വാഹകര്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ പരിപൂർണമായി സംശുദ്ധമായ ജീവിതം നയിച്ച് ആ ശരീഅത്തിനേക്കാൾ ഒരു പടി മുന്നോട്ടുള്ള മനോഹരമായ ജീവിതം നയിച്ച് ജീവിതത്തിൽ ഒരു കറാഹത്തില്ല, ജീവിതത്തിൽ ഒരു സംശയത്തിന് വകവരുത്തുന്നില്ല, എല്ലാ കാര്യങ്ങളും പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തുകൾ പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് നല്ല തഖ്വയിലായി സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുന്നതായ ആളുകളില്ലയോ, അവരാണ് അല്ലാഹുവിലേക്കുള്ള വഴിവെട്ടി തുറന്നിട്ടുള്ള സാലിഹീകളാകുന്ന ത്വരീഖത്തിന്റെ സ്വലഹാകളെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. വത്വരീഖത്തുൻ അഖദും ബിഅഹ്വത കൽവറ വഅസീമത്തിൻ കരിയാളത്തിൻ മുതബത്തിലാ
ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളില്ലയോ? ഖുർആൻ ഓതാത്ത ദിവസമില്ല, ദിക്ർ ചൊല്ലാത്ത ദിവസമില്ല, അല്ലാഹുവിലേക്ക് പരിപൂർണമായി നിലകൊണ്ടിട്ടുള്ള മഹത്തുക്കളില്ലയോ? അവരാണ് ത്വരീഖത്തിന്റെ യഥാർത്ഥ മശായിഖന്മാർ. മഹാനാകുന്ന ഖ്വാജാ മുഈനുദ്ദീൻ നിസ്സീൽ അജ്മീരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പ്രിയപ്പെട്ടതാകുന്ന ജീവിതം നയിച്ചത് അവിടുത്തെ ശിഷ്യഗണങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഡൽഹിയിലടക്കം ചെയ്തിരിക്കുന്ന ഖുത്ബ് മിനാറിന്റെ പരിസരത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന ബഖ്തിയാറുൽ കഅ്കി റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യനാകുന്ന കാഞ്ഞിരമുറ്റം കോട്ടയത്ത് അന്ത്യവിശ്രമം ചെയ്യുന്നതായ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ കഞ്ചശക്കർ റളിയല്ലാഹു അടക്കമുള്ള അവരുടെ ശിഷ്യന്മാരെ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ഖ്വാജാ തങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങില്ല കേട്ടോ. എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഖത്മാണ്, പരിപൂർണമായ ഖത്മാണ്. എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർക്കും. നമ്മളോ വാട്സാപ്പും ഫേസ്ബുക്കും തീർക്കും എല്ലാ ദിവസവും. ഒറ്റ ദിവസം മുടങ്ങൂല ഉസ്താദ്, ഫുള്ള്. അതുപോലെ യൂട്യൂബ് മുഴുവൻ തീർത്തിട്ടേ ഉറങ്ങുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ചാനലുണ്ട്, അത് മുഴുവൻ തീർക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വണ്ടി കയറി രാവിലെ യാത്ര പോവാണ്, എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോ ചോറും മീനും. എന്താ ചോറും മീനും? അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡാണ്. നല്ല റാഹത്തായിട്ട് ഫുഡ് അടിക്കാൻ പോവാണ്. അലിക്ക് അത് പറഞ്ഞപ്പോഴേ ചിരിക്കുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ കൗമ പോയി ഇടിക്കുക. അതോടുകൂടിയുള്ള നിൽപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും അള്ളാഹു നിസ്കരിക്കാൻ നിൽക്കുകയാണ്, രണ്ട് കൈയും കെട്ടി നിൽക്കാൻ. തിന്നുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇപ്പൊ എഴുന്നേക്കോ എന്ന് ചോദിച്ചിട്ട് അജിയർക്ക് അടുത്ത് ഇവിടെ സീറ്റ് ഇട്ടിരിക്കണം, അതിനുവേണ്ടി നിൽക്കുക. അരമണിക്കൂറായിട്ട് അവൻ ഇരിക്കുന്നില്ല. അരമണിക്കൂർ കഴിയുമ്പോൾ അവൻ വീണ്ടും അടുത്ത് ഓറുക, ഒരു വറ്റയും കൂടെ കൊണ്ടുവരട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുക. നമ്മുടെ കൗമ പോയി നിൽക്കുക അതോടുകൂടി. നാണമില്ലല്ലോ ഈ കൗമിന്. ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ. ട്രെയിൻ കയറിയിട്ട് തെക്കുന്നു വരുന്നു, വടക്കുന്നു വരുന്നു, ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. നല്ല മസ്കാ ബണ്ണ് ഇവിടെ കിട്ടുമെന്ന് വെക്കാണ്, അണ്ണാക്കിൽ ഒട്ടിച്ചു വെക്കാൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ. ഒരു കപ്പിൾസ് തുടങ്ങിയതാണ് എറണാകുളത്ത്, പിന്നെ തീർന്നു. പിന്നെ ദുനിയാവിന്റെ എല്ലാ മുക്കുമൂലകളും ഈ വന്നു. ഒരാളൊന്ന് തുടങ്ങിയാൽ മതി. നമ്മുടെ കൗമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഒരാൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വിജയിച്ചാൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ യാതൊരു മടിയില്ലാതെ അതേ പണി തന്നെ ഇടും. അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിടൂല, തൊട്ടടുത്ത് തന്നെ ഇട്ടു ഇവന് പണിയായിട്ട്. പിന്നെ കുറെ പേരുണ്ട് കൂടെ നിന്ന് പണി പഠിച്ചിട്ട് ഏറ്റവും നല്ല പണി മുതലാളിക്ക് കൊടുക്കുക. ഇതേ പണി തന്നെ അപ്പുറത്ത് തുടങ്ങും. വേടെ ഇതേ പേരും ഇട്ടേക്ക് കടയ്ക്ക് ഒരു ചെറിയൊരു കുത്തു മാത്രമേ എക്സ്ട്രാ. അത് ആ മുതലാളിയുടെ നെഞ്ചത്തേക്കുള്ളൊരു കുത്താണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ കൗമിന്റെ ചില പ്രശ്നങ്ങളാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പറയാതിരിക്കുന്ന എങ്ങനെയാണ്? ഇത് ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് പറയുമ്പോൾ കൊള്ളുള്ളൂ, അല്ലാത്തവർക്ക് കൊള്ളൂല. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ഈ രീതിയിലുള്ള നീചവൃത്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ത്വരീഖത്തിന്റെ വാഹകരാണ്, ഞാൻ ഇന്ന ശൈഖിന്റേതാകുന്ന മുരീദാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ സമുദായത്തെ പിഴപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായ ആളുകളില്ലയോ? പഠിച്ചു വെക്കേണ്ട ആശയമാണ്, ആദർശമാണ്. നമസ്കാരം ചിട്ടയുണ്ട്, നോമ്പ് ചിട്ടയുണ്ട്, സക്കാത്ത് കൊടുത്തു വീട്ടുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നുണ്ട്, നിരാലംബര കബലമാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കള്ളില്ല, വ്യഭിചാരമില്ല, മോശപ്പെട്ടതാകുന്ന ശൈലിയില്ല, കണ്ണുകൾ കൊണ്ടില്ല, കാതുകൾ കൊണ്ടില്ല, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടില്ല. എല്ലാ നിലക്കും പരിപൂർണമായി സംശുദ്ധത കൈവരിച്ച് അല്ലാഹുവിലേക്ക് ഹൃദയത്തെ പരിപൂർണമായി നിലനിർത്തിയതാകുന്ന വ്യക്തിയുണ്ടോ? അവരാണ് ശൈഖന്മാര്, അവരാണ് ത്വരീഖത്തിന്റെ വാഹകർ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ചേരാനുള്ള വഴികളാണ്. ആ വഴി തുറക്കുന്ന വ്യക്തിയാണ് ഷേഖ്. ഷേഖ് കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഷേഖിനെ എങ്ങനെ പറ്റും? സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് 5 വിരലിനിടയിൽ ഓരോ സിഗരറ്റ് കത്തിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ഹാജിയാർ ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്നത്, ഇതിലെ കൂടെ വലിക്കും. അപ്പൊ ഈ 5 എണ്ണം കത്തിച്ച് വെച്ചിരിക്കുന്ന 5 എണ്ണം ഒരേപോലെ കൂടെ കത്തുകയാണ്. നല്ല റാഹത്തായിട്ട് പുക വിട്ടുകൊണ്ടിരിക്കുക. കാല് നീട്ടി കൊടുത്തിരിക്കുക. ഒരുത്തനിരുന്ന് കാല് നെക്കി കൊടുക്കുന്നു, ഒരുത്തൻ അണഞ്ഞു പോയ സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്നു. വൻ പരിപാടി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതും ശൈഖ. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ആൾക്കാരായി പറയുന്നത്. ഇങ്ങനെ ലഹരിയും ഇതുമൊക്കെ ആയിട്ട് നിലകൊള്ളുന്ന ആളുകളെയൊക്കെ ഇന്നത്തെ സമൂഹം വലിയ തലയിലേറ്റി നടക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടമാകുമ്പോ യുർഫഉൽ ഇൽമു, അറിവ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വയൽഹറൽ ജഹലു, വിവരക്കേട് അധികരിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അറിവില്ലായ്മ പ്രകടമാവും, അറിവുള്ളവരെ ഉയർത്തപ്പെടും. എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ലോകത്തോട് അടയാളപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇംതിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ളിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ പഠിച്ചു വെച്ചിട്ടുള്ള ആലിമീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇൽമിനെ ഊരിയെടുക്കുകയല്ല, അവസാന കാലഘട്ടമാകും ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ളിൽ ഉലമാ. ആലിമീങ്ങളുടെ ഹൃദയത്തിലുള്ള ഇൽമിനെ ഊരിയെടുക്കൽ കൊണ്ടല്ല ഇൽമിനെ ഉയർത്തപ്പെടുന്നത്, മറിച്ച് നല്ല നല്ല ആലിമീങ്ങളെ മരിപ്പിക്കല, സ്വാലിഹീങ്ങളുടെ മരണമാണ് ഈ ലോകത്തുണ്ടാവുക. അതിലൂടെ വിജ്ഞാനം ഉയർത്തപ്പെട്ടു പോകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹത്തുക്കളാകുന്ന ഖുതുബി തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖുൽ ഇസ്ലാമിനെ പോലെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായ പോലെ, ബഹുമാനപ്പെട്ടതാകുന്ന കണ്ണിയത്തു സാദടക്കമുള്ള മഹത്തുക്കളെ പോലെ നവ്വറല്ലാഹു മർഖദഹും, അല്ലാഹു അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ഇനി അതുപോലെ പകരം വെക്കാനുള്ള സാലിഹീങ്ങൾ ഈ ലോകത്തുണ്ടാകുമോ? ഉണ്ടാകുമോ? ഇല്ല 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 ഇല്ല. ഓരോ കാലഘട്ടത്തിലുമുള്ള സാലിഹീങ്ങൾക്ക്, ഔലിയാക്കൾക്ക്, മഹത്തുക്കൾക്ക്, ഇമാമിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതായ ശ്രേഷ്ഠമാക്കപ്പെട്ട അറിവിന്നതാകുന്ന ആഴം അത്ര തന്നെ ശേഷം വരുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുകയേ ഇല്ല. ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. നല്ല നല്ല ആലിമീങ്ങൾ മരിപ്പിക്കപ്പെടുമ്പോ, സൂഫിയാക്കൾ മരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോ ജനങ്ങൾ വിവരദോഷികളെ തലയിലേറ്റി നടക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാർ, കള്ള സൂഫിയാക്കൾ, കള്ള ഔലിയാക്കൾ, നിസ്കാരം വേണ്ട, ഞാൻ തരുന്ന ദിക്ർ മതി, നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തുമേ എന്ന് വാദിക്കുന്നതായ കള്ള ശൈഖല്ലയോ? യഥാർത്ഥ സാലിഹീങ്ങളുടെ വില കളയാൻ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്നതായ ആളുകളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന അത്തരക്കാരെ ജനങ്ങൾ തലയിലേറ്റി നടക്കുമത്രേ. ഫസുഇലൂ, ജനങ്ങൾ അവരോട് മസലകൾ ചോദിക്കുകയാണ്. ആലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ചോദിക്കുന്നില്ല. സമസ്തയുടെ ഉലമാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, അവരോട് മസലകൾ ചോദിക്കുന്നില്ല. അവർക്കൊന്നും തിരിയാത്ത പലതും എനിക്ക് തിരിഞ്ഞു എന്ന് വാദിക്കുന്നതാകുന്ന വ്യാജ ശൈഖന്മാരെ വലിയതാകുന്ന തലയിലേറ്റി നടക്കുന്നതായ സഹോദരിമാരുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും. അവരോട് ജനങ്ങൾ മസലകൾ തേടുകയാണ്. നാട്ടിലുള്ള ഖാദിയാർക്ക് വിലയില്ല, നാട്ടിലുള്ള ബിരുദധാരികളാകുന്ന പണ്ഡിതന്മാർക്ക് വിലയില്ല. അവരെ വിലവലക്കാതെ ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതായ മുസ്ലിം സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജനങ്ങൾ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, വിവരക്കേട് കൊണ്ട് അവർ ജനങ്ങൾക്ക് ഫത്വ നൽകുമത്രേ. ഫളല്ലു വഅളല്ലു, അവരും പിഴയ്ക്കുകയാണ്, അവർ ജനങ്ങളെ പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതല്ലേ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി തങ്ങൾ പാടിയത്, റബ്ബ റബ്ബിന റബ്ബഹു ലം യഅരിഫൻ വലം യറുബ് റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇ റാ.
വ്യക്തമായ ഖുർആൻ പഠിച്ചിട്ടില്ല, വ്യക്തമായ ഹദീസുകൾ പഠിച്ചിട്ടില്ല, നിദാന ശാസ്ത്രങ്ങൾ അറിയില്ല, കർമ്മശാസ്ത്രങ്ങൾ അറിയില്ല, ഗോളശാസ്ത്രങ്ങൾ അറിയില്ല, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ കൃത്യമായി പഠിക്കാതെ ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതായ ആളുകൾ ഉണ്ടാകും. ഞാൻ ശൈഖാണ്, എന്റെ കൂടെ കൂടിക്കോ, ഞാനിതാ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്, എന്റെ കൂടെ കൂടിക്കോ എന്ന് പരസ്യമായി പറഞ്ഞു നടക്കുന്ന, ജീവിതത്തിൽ ഭൗതികമാകുന്ന ലോകത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതാകുന്ന ശൈഖന്മാരില്ലയോ? പ്രഥമ ദൃഷ്ടിയാ തന്നെ ദുനിയാവിന്റെ ആളുകളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായ ആളുകളില്ലയോ? വില കൂടിയതാകുന്ന വാഹനങ്ങളിലും വില കൂടിയ സംവിധാനങ്ങളിലും അല്ലാതെ അവർ ജീവിച്ചിട്ടേ ഇല്ല. ഒരിക്കൽ പോലും സാദിഖിനോടൊപ്പം കഴിഞ്ഞിട്ടില്ല. സാദിഖിന്റെ വിഷമങ്ങളോ പ്രയാസങ്ങളോ അവർ മനസ്സിലാക്കിയിട്ടില്ല. ദുനിയാവിന് പിറകെയുള്ള ഓട്ടമാണ്, ആഖിറത്തെ ചിന്തിക്കാതെയുള്ള നെട്ടോട്ടമാണ്. എനിക്കെന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്കെന്നെ ജീവിതം കരുപിടിക്കണമെന്നുള്ള ആശയമായി തന്റെ പ്രിയപ്പെട്ട മുരീദികളായി നിലകൊള്ളുന്ന പാവപ്പെട്ടതായ സാധുക്കളെ വഴിപിഴപ്പിക്കുന്നതായ ആളുകളില്ലയോ? ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ പറഞ്ഞ് ദീനിന്റെ വിഷയങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് ജീവിക്കുന്നതായ ഇത്തരക്കാരില്ലയോ? ലം യറുബ് വലം യഅരിഫൻ റബീബഹു. അവർക്ക് തർബിയത്തും അറിയില്ല, അവർക്ക് എങ്ങനെയാണ് ജനങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടതെന്നറിയില്ല. ഇലാഹിയായ ചിന്തയിലേക്ക്, നമസ്കാരത്തിലേക്ക്, ഇബാദത്തിലേക്ക്, അതിന്റെ ഹലാവത്തിലേക്ക്, അതിന്റെ മാധുര്യത്തിലേക്ക് പടച്ചറബിനെ പറഞ്ഞു കൊടുക്കാനുള്ള അറിവോ ശേഷിയോ ഇല്ലെങ്കിൽ പോലും അതിനുവേണ്ടി മത്സര ബുദ്ധിയോടുകൂടി ശാരീരികമാകുന്ന വസ്ത്രഘടനയോടുകൂടി നിലകൊള്ളുന്നതായ ആളുകളില്ലയോ? ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളിലൂടെ ജനങ്ങളെ പിഴപ്പിക്കുന്നതായ അത്തരത്തിലുള്ള കള്ള സൂഫിയാക്കളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ്, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ്, അവരും സ്വയമായി പിഴച്ചു പോകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ചിന്തിച്ചോ. കുറഞ്ഞ കാലഘട്ട ജീവിതം അല്ലാഹു നൽകിയിട്ടുള്ളൂ. ഈ നൽകപ്പെട്ട ജീവിതത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാത ചോദിച്ച് അതിൽ അടിയുറച്ചു നിന്നു. നമ്മൾ 5 വഖത്ത് നമസ്കാരം 17 റക്അത്താണ്. അതിൽ സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, മൊത്തത്തിൽ 17 റക്അത്ത്. ഇതിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഫാത്തിഹ സൂറത്തിൽ എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹ സൂറത്തിലുള്ള ആകെയുള്ള ചോദ്യം ദുആ അത് മാത്രമാണ്. നിസ്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർളാൻ, ഫർള് ഐനാൻ. ഓരോ വ്യക്തിയും അവൻ തന്നെ സ്വയം നിർവഹിച്ചിരിക്കണം. 5 വഖത്തും നിർവഹിച്ചിരിക്കണം. അപ്പോൾ ദിവസവും 17 പ്രാവശ്യം അള്ളാഹുവിനോട് നമ്മൾ തേടേണ്ടുന്ന ഒരേ ഒരു തേട്ടം, ഒരേ ഒരു ദുആ, അതേതാണ്? ഹിദായത്താണ്. അവന് മനസ്സിലാക്കണം. മനസ്സിലായില്ല? 5 വഖത്ത് നമസ്കാരം നമ്മുടെ മേൽ ഫർളാൻ, എല്ലാ ദിവസവും നിസ്കരിച്ചിരിക്കണം. മൊത്തത്തിൽ 5 വഖത്ത് കൂടി എത്ര റക്അത്താണ്? 17 റക്അത്താണ്. ഈ 17 റക്അത്തിൽ ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമായി നമസ്കരിക്കുന്നവനും മഅ്മൂമായി നമസ്കരിക്കുന്നവനും രണ്ടുപേരും എന്തോദണം? ഫാത്തിഹ സൂറത്ത് ഓതണം. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം സ്വീകരിക്കില്ല. ഫാത്തിഹ ഓതണമെന്ന് പറഞ്ഞാൽ 17 വട്ടം നമ്മുടെ മേൽ ഓതൽ നിർബന്ധമായ സൂറത്താണ് ഫാത്തിഹ. ഡെയിലി ഓതണം നിസ്കാരത്തിൽ, ഈ 17 റക്അത്തിലും. നമ്മൾ പോലും അറിയാതെ നമ്മൾ അല്ലാഹുവിനോട് എല്ലാ ദിവസവും ചോദിക്കൽ, 17 വട്ടം തേടൽ നിർബന്ധമായ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഏതാണത്? ഹിദായത്ത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതേതാണത്? ഉലൈകല്ലദീന അൻഅംതല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅംതല്ലാഹു അലൈഹിം മിനൻ നബിയ്യിൻ والصديقين والشهداء والصالحين
നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ. അഥവാ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. ഏതാണ് ഈ അനുഗ്രഹിച്ച ആളുകൾ? അല്ലാഹു മറ്റൊരായത്തിലൂടെ തന്നെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്. ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. അല്ലാഹു അനുഗ്രഹിച്ചതായ ആളുകളുടെ പാതയെന്ന് പറയുന്നത് അമ്പിയാക്കളുടെ പാതയാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം. തീർന്നില്ല. മിനൽ അംബിയാഇ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സാലിഹീങ്ങളാകുന്ന സജ്ജനങ്ങളാകുന്ന ബദരീങ്ങളില്ലേ, ഉഹദിൽ പങ്കെടുത്തവരില്ലേ, ഖൈബറിലും ഹന്തക്കിലും അടക്കം പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സഹാബത്തില്ലേ, പ്രിയപ്പെട്ടതാകുന്ന സാലിഹീങ്ങളില്ലയോ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ള വിശ്വാസത്തിൽ ദൃഢതയുള്ളതാകുന്ന സാലിഹീങ്ങളില്ലയോ? ബദറിൽ പങ്കെടുത്തുകൊണ്ട് ശ്രോതാക്കളായ 14ഓളം വരുന്നതായ ഷഹീദുകളാക്കപ്പെട്ടതാകുന്ന മഹത്തുക്കളില്ലയോ? അവരാണ് അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവരോടൊപ്പം നമ്മൾ ചെന്ന് ചേരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാണ് ഈ മജ്ലിസ്. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ മജ്ലിസുൻ നൂർ എല്ലാ മാസവും നടത്തുന്നത് എന്ന് ചിന്തിക്കരുത്. ഈ മജ്ലിസുൻ നൂറിലൂടെ നമ്മൾ എങ്ങോട്ട് ചേരും? വൽഹഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളിലേക്ക് എന്നെ നീ ചേർക്കണേ എന്നുള്ള യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ചെന്ന് ചേരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സാലിഹീങ്ങൾ അവരാണല്ലോ. അതല്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തുടക്കത്തിൽ തന്നെ പറഞ്ഞതല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങൾക്ക് എന്താണ് സ്ഥാനം? മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞ ഏറ്റവും മഹത്തുക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കും പ്രത്യേക കാറ്റഗറിയാണ്. കോടാനുകൂടി മലക്കുകളുണ്ട്, പക്ഷെ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പ്രത്യേക സ്ഥാനം ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹീഹായ ഹദീസ്, ആർക്കും തള്ളാൻ പറ്റൂല, ആരും തള്ളിയിട്ടുമില്ല. മനസ്സിലായിക്കോ? അപ്പൊ അവരിലേക്ക് നമ്മൾ വന്ന് ചേരണമെങ്കിൽ അവരെ സ്മരിക്കണം, അവരെ ഓർക്കണം, അവരുടെ പേരുകൾ വിളിക്കണം. എങ്കിലല്ലേ മനസ്സിലാക്കുള്ളൂ. ആ പേരുകൾ കാണാതെ പഠിക്കണം. ഓതി കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഓതി ഇതൊക്കെ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാകുന്ന വെറുതുകളിൽ പെട്ടതാണ്. അവരുടെ തണല്, അവരുടെ ഹിഫ്ള്, ഹിമായത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. ദുനിയാവിന്റെ പിറകെ ഓടിക്കൊണ്ട് ആഖിറത്തെ നഷ്ടപ്പെടുത്തി കളയല്ലേ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതമഅന്നൂ ബിഹാ والذين هم عن آياتنا لغافلون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ കാണണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ, അവന്റെ ലിഖാഇനെ കാണണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കഴിഞ്ഞോടുന്നവരുണ്ടോ? അല്ലാഹുവിനെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ പിറകെ ഓടുന്ന ആളുകളില്ലയോ? ദുനിയാവിൽ പരിപൂർണമായി ഹൃദയത്തെ ബന്ധിച്ചവരില്ലയോ? കച്ചവടങ്ങളെ ദുനിയാവിന്റെ പിറകെ പരിപൂർണമായി നിലനിർത്തിയവരില്ലയോ? അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് നടക്കുന്നതായ ആളുകളില്ലയോ? ഉലൈക മഅവാഹുമുന്നാർ, അവർക്കുള്ള അഭയകേന്ദ്രം നരകമാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഇതാ സമാഗതമാവുകയാണ്. ആ റമദാനിന് മുന്നോടിയായിട്ട് ഇതാ കൃത്യമായി റജബ് മാസത്തിലൂടെ അല്ലാഹു വരവ് നിനക്ക് അറിയിച്ചു തരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഇത് പ്രാർത്ഥിക്കാത്ത പള്ളികളില്ല, ഇത് പ്രാർത്ഥിക്കാത്ത മിമ്പറില്ല, മെഹ്റാബില്ല. പരിശുദ്ധമാക്കപ്പെട്ട ജുമാകളിലും ജമാഅത്തുകളിലും അടക്കം നമസ്കാരത്തിലും അല്ലാത്തതാകുന്ന സുഹൃതങ്ങൾക്ക് പിറകിലും ഈ ദുആ അനുവർത്തിച്ചു പോരുന്ന പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസിനികളെ, ഈ ദുആഇന്റേതാകുന്ന പിൻബലം എന്തെന്നറിയുമോ? പുണ്യമാക്കപ്പെട്ട റമദാൻ ഇതാ കടന്നു വന്നു എന്നുള്ള കൃത്യമായ അറിയിപ്പാണ്, നന്നാവാനുള്ള വിളംബരമാണ്. നിന്റെ കള്ളുകൂടിയും നിന്റെ ലഹരി നുണയലും ഹറാമായ പ്രവർത്തനങ്ങളും നിന്റെ കൈകാലുകൾ ഹൃദയവും നിന്റെ ശരീരം
ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ നീചവൃത്യങ്ങളും ഒഴിവാക്കി ഏകനാകുന്ന പടച്ചറബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ട മാസമാണ് പുണ്യമായ റജബ്. റജബുനി ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് പരിശുദ്ധമായ റജബെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന പ്രവാചകർ റജബിൽ മാത്രമല്ല റജബല്ലാത്ത സമയങ്ങളിലും എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന പ്രവാചകർ കൃത്യമായി ജീവിതത്തെ വരച്ച് കാണിച്ചു തരുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാ ദിക്റുകളെക്കാളും മേലെ നീ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ പ്രവാചകന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ, നബി തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമാക്കപ്പെട്ട രാവ് അല്ലാഹു സമ്മാനിച്ചത് ഈ പരിശുദ്ധമായ റജബിലല്ലയോ? പരിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവിലല്ലയോ? പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റജബിന്റെ 27-ാം രാവിലല്ലയോ? അല്ലാഹുവിനെ നേരെ കാണാനുള്ള അവസരം പ്രവാചകർക്ക് അല്ലാഹു സമ്മാനിച്ച വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ദിനമായി പ്രവാചകർ തന്നെ അടയാളപ്പെടുത്തിയ മഹത്തുക്കളാകുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അടക്കമുള്ളവർ ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തിയ ഇജാബത്തിന്റെ വളരെ ശ്രേഷ്ഠമായ രാവുകൾ ഇതാ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. ഈ രാവുകളെ പരിപൂർണമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതായ സമയമാണ്. അത് ചെയ്യാത്ത ആളുകൾ ഈ മാസങ്ങളെയും ദിവസങ്ങളെയും നല്ല നല്ല പോരിശയുള്ളതാകുന്ന രാവുകളെയും ഒക്കെ ഗൗനിക്കാതെ ലഹരി നുണഞ്ഞ് കള്ളുകുടിച്ച് കൂത്താടി ദിക്റിലില്ലാതെ ഖുർആനോത്തില്ലാതെ പടച്ചറബിനെ മറന്ന് സിനിമ കണ്ട് സീരിയൽ ദർശിച്ച് മൊബൈൽ ഫോണിലൂടെ അശ്ലീലത കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവർ ഉലൈക മഅവാഹുമുന്നാർ. അല്ലാഹു പറയുന്നു അവരുടെ അഭയകേന്ദ്രം നരകമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദീനിനോട് യാതൊരു താല്പര്യമില്ല, ദുനിയാവിന്റെ പിറകോടുകയാണ്. നമുക്കൊരു 10 മിനിറ്റ് ഇരുന്നു കൊണ്ട് വാത് കേൾക്കാൻ സമയമില്ല, ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ സമയമില്ല, ഒരു 15 മിനിറ്റ് കൊണ്ട് മജ്‌ലിസ് നൂറിൽ പങ്കെടുത്ത് ദുആ ചെയ്ത് പിരിയാൻ ഈ ഉമ്മത്തിന് സമയമില്ല. 2-2.5 മണിക്കൂറും സിനിമ കാണാനും സീരിയൽ കാണാനും പല എപ്പിസോഡുകൾ കണ്ടിട്ടില്ല അതിന്റെ പേരിൽ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിലൂടെ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ട് തീർക്കുവാനും ഈ ഉമ്മത്ത് നെറ്റ് കളയുന്നു, സമയം കളയുന്നു, അതിനുവേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുന്നു. ആഖിറത്തെ ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഓരോ ദിവസവും കഴിയും തോറും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2025 വിട്ടു 2026 കാലൂന്നി. ഒരു കൊല്ലം നമ്മൾ ഇന്ന് പെട്ടുപോകുമ്പോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൊല്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ എന്നൊന്ന് കണക്കെടുപ്പ് പോലും തയ്യാറെടുക്കാൻ തയ്യാറല്ല. നമ്മൾ കണക്കെടുപ്പ് പോലും നമുക്കില്ല. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നാളെ നിങ്ങൾക്ക് വിചാരണ നൽകപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായ ഒരു വിചാരണ നിങ്ങൾ നടത്തി. എന്റെ നിസ്കാരത്തിൽ വന്ന അപാകതകൾ എവിടൊക്കെയാണ്? എന്റെ റമദാനിലെ നോമ്പുകൾ, കഴിഞ്ഞ റമദാനിലെ നോമ്പുകൾ ധാരാളം ഖളാ വീട്ടാനുണ്ട്. ഇതാ അടുത്ത റമദാൻ അടുത്തു വരുന്നല്ലോ, എത്ര എണ്ണം എനിക്ക് വീട്ടണം, അത് എപ്പോഴൊക്കെ വേണം? ഇപ്പോഴേ അത് ക്രിയാത്മകമായി കണക്ക് കറക്റ്റ് ചെയ്യണം. സഹോദരിമാർ ശ്രദ്ധിക്കണം, നിസ്കാരങ്ങളെ ഗൗനിക്കണം, ഇബാദത്തുകളെ കണിശത വെക്കണം. ഇല്ലെങ്കിൽ വലിയതാകുന്ന ശിക്ഷ നമ്മളെ കാത്തിരിക്കുന്നു. ഉലൈക മഅവാഹുമുന്നാർ. കത്തിച്ചൊലിക്കുന്ന നരകം അവർക്കുണ്ടാകും. ബിമാ കാനു യക്സിബൂൻ. അവർ ചെയ്ത നീചവൃത്യങ്ങൾ കാരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.